നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലടക്കം കനത്ത ചൂട് നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുമ്പോഴും മറ്റുള്ള സംസ്ഥാനങ്ങളിലും സ്ഥിതി മാറ്റമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന വാർത്തകൾ പ്രകാരം വടക്കൻ സിക്കിമിൽ കനത്ത മഴയെ തുടർന്ന് അവിടെ വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ 1000-ലധികം വിനോദസഞ്ചാരികൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. വാഹന ഗതാഗതമൊക്കെ തന്നെ അവിടെ സ്തംഭിച്ചിരിക്കുന്ന നിലയിലാണ്. അധികൃതർ എത്രയും വേഗത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിതമായിട്ട് എത്തിക്കാനുള്ള നടപടികളൊക്കെ തന്നെ അവിടെ എടുത്തു കഴിഞ്ഞു. മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡുകളിൽ വെള്ളം കയറിയും ഈ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതായും തുടർച്ചയായി പെയ്യുന്ന മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെ അവിടെ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് കാണാം. ചില വാഹനങ്ങൾ വെള്ളത്തിനടിയിലായ റോഡുകളിൽ കുടുങ്ങിക്കിടക്കുന്നതായും ദൃശ്യങ്ങളിൽ പുറത്തു വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ലാച്ചുങ് ചുങ്താങ് റോഡിലും മുൻഷിതാങ്ങിൽ വൻ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ വടക്കൻ സിക്കിമിൽ തുടർച്ചയായിട്ടും കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുങ്താങ്ങിലേക്കുള്ള റോഡ് തുറന്നിരിക്കുന്നു. പക്ഷേ കനത്ത മഴ കാരണം രാത്രിയിൽ അവിടെ പ്രവേശിക്കാൻ കഴിയില്ല. മംഗൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് സോനം ദെച്ചു ആണ് മാധ്യമങ്ങളോട് ഇത് പറഞ്ഞത്. ചുങ്താങ്ങിലേക്കുള്ള റോഡിൽ എത്തിച്ചേരാൻ കഴിയാത്തതിനാൽ സിക്കിം പോലീസിന്റെ പെർമിറ്റ് സെൽ വെള്ളിയാഴ്ച വടക്കൻ സിക്കിമിലേക്കുള്ള യാത്രയ്ക്കും ഗതാഗതത്തിനും പെർമിറ്റുകൾ നൽകിയിട്ടില്ല. അതേസമയം മുൻകരുതൽ നടപടിയായി നൽകിയ എല്ലാ മുൻകൂർ പെർമിറ്റുകളും റദ്ദാക്കിയതായി കണക്കാക്കുന്നുവെന്നും മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു. ചുങ്താങ്ങിൽ ഏകദേശം 200 ടൂറിസ്റ്റ് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെന്നും യാത്രക്കാർ അവിടെയുള്ള ഒരു ഗുരുദ്വാരയിൽ താമസിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. സിക്കിം തലസ്ഥാനമായ ഗാങ്ടോക്കിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ് ചുങ്താങ്. ലാച്ചുങ് ചുങ്താങ് റോഡിലെ മുൻഷിതാങ്ങിലും ലാച്ചുങ് ചുങ്താങ് റോഡിലെ ലെമ ബോപ്പിലുമാണ് വൻതോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയും വടക്കൻ സിക്കിമിലേക്ക് വിനോദസഞ്ചാരികളെ അയക്കരുതെന്നാണ് ജില്ലാ ഭരണകൂടം എല്ലാ ടൂർ ഓപ്പറേറ്റർമാരോടും നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഏപ്രിൽ 25-ന് ഈ മേഖല സന്ദർശിക്കാൻ വിനോദസഞ്ചാരികൾക്ക് നൽകിയിരുന്ന എല്ലാ പെർമിറ്റുകളും അധികൃതർ റദ്ദാക്കിയിട്ടുണ്ട്. ലാച്ചുങ്ങിലേക്കുമുള്ള ഗതാഗത സംവിധാനങ്ങളെ സാരമായി ബാധിച്ചതായി പ്രാദേശിക ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. സിക്കിമിന്റെ തലസ്ഥാന നഗരമായ ഗാങ്ടോക്കിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ് ഈ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ടൂറിസ്റ്റ് മേഖലയാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള ടൂറിസ്റ്റ് റൂട്ടുകളിലാണ് ഇപ്പോൾ ഈ ഒരു മണ്ണിടിച്ചിൽ അവിടെ കാര്യമായി ബാധിച്ചിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും കനത്ത മഴ തുടരുന്നതാണ് അവിടെ ആശങ്കയുണർത്തുന്നത്. സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതുവരെ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ജാഗ്രത പാലിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല 1000-ലധികം വിനോദസഞ്ചാരികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അവരെ എത്രയും വേഗത്തിൽ തന്നെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ തന്നെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും ആർക്കും മരണമൊന്നും സംഭവിച്ചതായ റിപ്പോർട്ടുകളില്ല. ഏതായാലും മഴയാണ്, കനത്ത മഴ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് വില്ലനായി നിൽക്കുന്നത്. ഏതായാലും അങ്ങോട്ടേക്കുള്ള യാത്ര അരുത് എന്നാണ് ജില്ലാ ഭരണകൂടം അടക്കം അറിയിച്ചിട്ടുള്ളത്. അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നും നൽകുന്നുണ്ടെങ്കിലും പകൽ സമയങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള കനത്ത ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. അടുത്ത 5 ദിവസത്തെ മഴ സാധ്യത പ്രവചനത്തിൽ ഏപ്രിൽ 28-ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ കൃത്യമായി അറിയിച്ചിരിക്കുന്നത്.